വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് അന്താരാഷ്ട്ര സംഘടനകളെ കുറിച്ചാണ്. ഒന്ന് G7-ഉം അടുത്തത് G20-യുമാണ്. എന്താണ് G7 എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള 7 രാജ്യങ്ങളുടെ സംഘടനയെ വിളിക്കുന്ന പേരാണ് G7. ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള കുറച്ച് രാജ്യങ്ങളുടെ സംഘടന. കുറച്ച് രാജ്യങ്ങൾ G7 എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, 7 രാജ്യങ്ങളുടെ സംഘടനയാണ് എന്തെന്ന് വിളിക്കുന്നത്, G7 എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇത് രൂപീകരിച്ച സമയത്ത് 7 അംഗങ്ങൾ ഉണ്ടായിരുന്നില്ല. അത്ര എത്ര അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ? 6 അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ രൂപീകരണ സമയത്ത് ശരിയായിട്ടുള്ള രീതിയിൽ G6 എന്ന പേരിലായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് കാനഡ കൂടി അംഗമാവുകയാണ്. അങ്ങനെ കാനഡ കൂടി അംഗമായപ്പോഴാണ് G6 G7 എന്ന പേരിൽ അറിയപ്പെട്ടത്. മനസ്സിലായില്ലേ? അപ്പൊ എന്താ നമ്മൾ പറഞ്ഞ, ലോകത്തിലെ സമ്പന്നമായ 7 രാഷ്ട്രങ്ങളുടെ സംഘടനയ്ക്ക് വിളിക്കുന്ന പേരാണ് G7. G7 രൂപീകരിച്ച സമയത്ത് ഇത് G6 ആയിരുന്നു. അന്ന് അംഗരാഷ്ട്രങ്ങൾ 6ആയിരുന്നു. പിന്നീട് കാനഡ കൂടി കൂടിച്ചേർന്നപ്പോൾ G6 എന്തായി മാറുകയാണ്? G7 ആയി മാറുകയാണ്. അങ്ങനെ G7 രാഷ്ട്രങ്ങളുടെ ഈ കൂട്ടായ്മ 1975 നിലവിൽ വന്നു. അപ്പൊ G7 രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ നിലവിൽ വന്ന വർഷം 1975. ലോകത്തിലെ സമ്പന്നമായിട്ടുള്ള 7 രാജ്യങ്ങളുടെ സംഘടനയെ വിളിക്കുന്ന പേരാണ് G7. രൂപീകരണ സമയത്ത് ഇത് G6 എന്നറിയപ്പെട്ടു. കാനഡ കൂടി ഉൾപ്പെട്ടപ്പോൾ അത് G7 എന്ന പേരിലായി. ഈ സംഘടന നിലവിൽ വന്ന വർഷം 1975. ഇനി G7-ലെ മെമ്പേഴ്സ് ആരൊക്കെയാന്ന് പഠിക്കുക. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US. ഏതൊക്കെയാണ്? കാനഡ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ, UK, USA. അങ്ങനെ 7 രാഷ്ട്രങ്ങളുടെ സംഘടനയാണ് G7. അപ്പൊ ഇതിലെ ഈ രാഷ്ട്രങ്ങളൊക്കെ നോക്കുമ്പോൾ അതിലൊരു ഏഷ്യൻ കൺട്രി ഉണ്ട് ഇല്ലേ? ആ ഏഷ്യൻ കൺട്രി ജപ്പാനാണ്. അപ്പൊ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് എന്ത്? അതായത് G7-ൽ അംഗമായ ഏക ഏഷ്യൻ കൺട്രി ഏതാണ്? അപ്പൊ G7-ൽ അംഗമായ ഒരേ ഒരു ഏഷ്യൻ കൺട്രി ഏതാണ്? ജപ്പാനാണ് കേട്ടോ. അതും കൂടി ഓർത്തു വയ്ക്കുക. അതിനുശേഷം G7-ൽ റഷ്യ അംഗാവാണ്. G7-ൽ ആരംഗാവാണ്? റഷ്യ അംഗാവാണ്. അപ്പൊ G7 എന്തായിട്ട് മാറി? G8 ആയി മാറി അല്ലെ? 1997-ൽ G7-ന്റെ ഒരു ഉച്ചകോടി നടക്കുകയാണ്. ആ ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റായ ബോറിസ് എൽസിൻ പങ്കെടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പങ്കെടുക്കുകയും 98-ൽ റഷ്യ G7-ൽ അംഗമാകുകയും ചെയ്തു. അങ്ങനെ 98 മുതൽ G7 എന്ത് പേരിലായി? G8 എന്ന പേരിലായി. ക്ലിയർ ആയോ? അപ്പൊ G7-ല് ആദ്യം 6ആയിരുന്നു എന്ന് പറഞ്ഞു നമ്മള്. അതിനുശേഷം പിന്നെ ആരാ വന്നേ പറഞ്ഞേ? കാനഡ വന്നു. കാനഡ വന്നപ്പോ G8 ആയി പറഞ്ഞു. അതിനുശേഷം പിന്നെ പറയാണ്, കുറച്ചു നാൾ കഴിഞ്ഞപ്പോ 1997-ൽ നടന്ന ഉച്ചകോടിയില് റഷ്യൻ പ്രസിഡന്റ് ബോറിസ് എൽസിൻ പങ്കെടുക്കുകയാണ്. അപ്പൊ അദ്ദേഹം പങ്കെടുത്ത് അദ്ദേഹത്തിന് G7-ൽ അംഗമാണെന്ന് തോന്നി. അദ്ദേഹത്തിന്റെ രാജ്യത്തെയും കൂടി ഉൾപ്പെടുത്തണമെന്ന് തോന്നി. അങ്ങനെ റഷ്യ 1998 മുതൽ G7-ല് അംഗമാവുകയാണ് കേട്ടോ. ഇനി ഇങ്ങനെ ഓരോ വർഷങ്ങളിൽ ഇവരുടെ ഉച്ചകോടികൾ നടക്കും. അതായത് ഇപ്പൊ G7 ആയാലും G8 ആയാലും ASEAN ആയാലും യൂറോപ്യൻ യൂണിയൻ ആയാലും അങ്ങനെയുള്ള സംഘടന, സാർക്കിന്റെ ആയാലും ഒക്കെ സമ്മിറ്റുകൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ സമ്മിറ്റുകൾ നടക്കുമല്ലോ. അങ്ങനെ G7-ന്റെ സമ്മിറ്റ് നടക്കുമ്പോ ഈ G7-ലെ അംഗരാഷ്ട്രങ്ങൾ ഇപ്പൊ G8 ആയി എന്ന് നമ്മൾ പറഞ്ഞു. 8 വരെ പറഞ്ഞു നിർത്തിയ. അപ്പൊ G8 ആയി. അപ്പൊ G8 അപ്പൊ 8 രാഷ്ട്രങ്ങളുടെ തലവന്മാരുണ്ടാവും അല്ലേ? ആ അംഗരാഷ്ട്രങ്ങളെ കൂടാതെ അല്ലെങ്കിൽ അംഗരാഷ്ട്രങ്ങളെ തലവന്മാരെ കൂടാതെ പിന്നെ ആരെങ്കിലും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുമോ? G8 ഉച്ചകോടിയിൽ പങ്കെടുക്കുമോ എന്നൊരു ചോദ്യം വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂറോപ്യൻ കൗൺസിലിന്റെ തലവനും യൂറോപ്യൻ കൗൺസിലിന്റെ തലവനും യൂറോപ്യൻ കമ്മീഷന്റെ തലവനും കൂടി G8 അല്ലെങ്കിൽ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. മനസ്സിലാക്കുക. ആരാണ്? യൂറോപ്യൻ കൗൺസിലിന്റെ തലവനും യൂറോപ്യൻ കമ്മീഷന്റെ തലവനും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ആരെ കൂടാതെ? ഈ അംഗരാഷ്ട്രങ്ങളെ കൂടാതെ എന്ന് ഓർക്കണം. ഇനി അടുത്തത് 2014 വന്ന റഷ്യയെ നമ്മൾ വീണ്ടും G7-ൽ നിന്ന് G8-ൽ നിന്ന് പുറത്താക്കി. G7 എന്ന പേരിലായിട്ട് മാറി. 2014 റഷ്യ വീണ്ടും പോയി അല്ലെ? റഷ്യ വന്നതായിരുന്നു, റഷ്യ പോയി. എങ്ങനെയാ റഷ്യ പുറത്താക്കാനുള്ള കാരണം എന്താ? അങ്ങനെ ഒരു രാജ്യത്തെ പുറത്താക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം വേണ്ടേ? ഉക്രൈൻ അധിനിവേശത്തെ തുടർന്നാണ് റഷ്യയെ നമ്മൾ G8-ൽ നിന്നും പുറത്താക്കിയത്. ഉക്രൈൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യയെ G8-ൽ നിന്നും പുറത്താക്കി. അപ്പൊ ഇപ്പൊ സംഘടന എന്ത് പേരിൽ തന്നെ അറിയപ്പെടുന്നത്? G7. അതാണ് ഞാൻ നേരത്തെ G7 സമ്മിറ്റില്
അംഗരാഷ്ട്രങ്ങളെ കൂടാതെ വേറെ ആരൊക്കെയുള്ളതെന്ന് അറിയാതെ പറഞ്ഞു പോയത്. കാരണം G8 ഇല്ല, ഇപ്പോഴും എത്ര തന്നെയുള്ളൂ, G7 തന്നെയുള്ളൂ. അപ്പൊ ആദ്യം G6 ആയിരുന്നു, അതിനുശേഷം കാനഡ വന്ന് G7 ആയി, പിന്നെ റഷ്യ വന്ന് G8 ആയി. 2014 റഷ്യ പോയിട്ട് വീണ്ടും എന്താ തന്നെയായി മാറി, G7 തന്നെയായിട്ട് മാറി അല്ലെ. ഇനി അടുത്തത് നിങ്ങൾ G7 ഇപ്പൊ നമ്മൾ മനസ്സിലായി. ഈ G7+5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അത് ഇതിന്റെ ഒപ്പം തന്നെ പഠിക്കുക, അല്ലാണ്ട് കൂടുതലായിട്ടൊന്നും പറയാനില്ല അതിനെ കുറിച്ച്. G7+5 അപ്പൊ G7+5 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? G7ലുള്ള ആൾക്കാരും ഉണ്ടാവും, ലോകത്തിലെ മുൻനിരയിലുള്ള 5 വികസ്വര രാഷ്ട്രങ്ങളും ഉണ്ടാവും. ലോകത്തെ മുൻനിരയിലുള്ള 5 വികസ്വര രാഷ്ട്രങ്ങളും G7ലെ ആൾക്കാരും കൂടിയതിനെ ആ സംഘടനയെ വിളിക്കുന്ന പേരാണ് G7+5. അപ്പൊ ആ 5 രാജ്യങ്ങൾ ഏതൊക്കെയാ? ഒന്ന് ഇന്ത്യ ഉണ്ട് കേട്ടോ, അടുത്തത് ചൈന ഉണ്ട്, ബ്രസീല്, സൗത്ത് ആഫ്രിക്ക, മെക്സിക്കോ. ഇന്ത്യ, ചൈന, ബ്രസീല്, സൗത്ത് ആഫ്രിക്ക, മെക്സിക്കോ, ഇവയാണ് എന്ത് വിളിക്കുന്നത്? G7+5ലെ 5 മെമ്പേഴ്സ്. G7ലെ മെമ്പേഴ്സ് നമ്മൾ പഠിച്ചു, +5 ഓർത്ത് വയ്ക്കുക: ചൈന, ഇന്ത്യ, ബ്രസീല്, സൗത്ത് ആഫ്രിക്ക, അതുപോലെ തന്നെ എന്താണ്, മെക്സിക്കോ. ഇത്രയേ ഉള്ളൂ. അപ്പൊ G7 ക്ലിയർ ആയോ എല്ലാവർക്കും? G7 ആദ്യം പറഞ്ഞു നമ്മളെ G6 എന്ന പേരിൽ ലോകത്തെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള കുറച്ച് രാജ്യങ്ങളുടെ സംഘടന നിലവിൽ വരികയാണ്. ആ G6ല് ആരും കൂടി വരികയാണ്, കാനഡയും കൂടി അംഗമായിട്ട് G7 എന്ന പേരിലാവുകയാണ്. 1975ലാണ് ഈ സംഘടന വന്നത്. G7ലെ കാനഡ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ, UK, USA തുടങ്ങിയ രാജ്യങ്ങളാണുള്ളത്. ഇതിൽ ഒരേ ഒരു ഏഷ്യൻ കൺട്രി ഉള്ളൂ, ആ കൺട്രി ഏതാണ്? ജപ്പാനാണ്. ഇനി ഈ ഉച്ചകോടിയിൽ, ഓരോ വർഷവും നടക്കുന്ന ഉച്ചകോടിയിൽ ഈ അംഗരാഷ്ട്രങ്ങൾ മാത്രമേ പങ്കെടുക്കുള്ളൂ? അല്ല, ഈ അംഗരാഷ്ട്രങ്ങളെ കൂടാതെ യൂറോപ്യൻ കൗൺസിലിന്റെ തലവനും യൂറോപ്യൻ കമ്മീഷന്റെ തലവനും കൂടെ പങ്കെടുക്കുന്നതും കൂടി പഠിച്ചു. ഇനി നമ്മൾ പറഞ്ഞു G7ലെ അംഗമായ ഒരേ ഒരു ഏഷ്യൻ കൺട്രി ജപ്പാനാണ്. പിന്നെ 97 റഷ്യയുടെ പ്രസിഡന്റ് ബോറിസ് എൽവിൻ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം G7 ഉച്ചകോടിയിൽ അവരെ കൂടെ ചേർത്ത് G7 G8 ആയിട്ട് മാറുകയാണ്. അങ്ങനെ 98 മുതൽ G7ല് ആരും കൂടി അംഗമാവാണ്, റഷ്യ അംഗമാവാണ്. പക്ഷെ 2014 ആയപ്പോ റഷ്യ G8ൽ നിന്ന് പുറത്താക്കുകയാണ്. എന്താ കാരണം? ഉക്രൈൻ അധിനിവേശത്തെ തുടർന്നാണ്. ഇനി ലോകത്തുള്ള ഈ 7 സമ്പന്ന രാഷ്ട്രങ്ങളുടെ സംഘടനയായ G7ന്റെ കൂടെ 5 വികസ്വര രാഷ്ട്രങ്ങളും കൂടി കൂടുമ്പോൾ G7+5 എന്നുള്ള പേരിൽ അത് അറിയപ്പെടും. അത് ഇന്ത്യ, ചൈന, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, മെക്സിക്കോ തുടങ്ങിയ 5 രാജ്യങ്ങളാണ്. ഇനി ഒരു കാര്യം കൂടി ഓർക്കുക, 2025 G7 ഉച്ചകോടി നടക്കാൻ പോണത് കാനഡയിലാണ്. 2025 G7 ഉച്ചകോടി എവിടെയാ? കാനഡ. 2025 G7 ഉച്ചകോടി കാനഡ. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത G20ലേക്ക് വരാം. G20 ആവുമ്പോ എന്തായി? അതായത് G7ലെ അംഗങ്ങളും മറ്റ് 12 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും അടങ്ങുന്നതാണ് G20. G7ലെ അംഗങ്ങളും മറ്റ് 12, അതായത് വ്യാവസായികമായിട്ട് വികസിച്ചു കൊണ്ടിരിക്കുന്നതും ഉയർന്നു വരുന്നതുമായിട്ടുള്ള 20 രാജ്യങ്ങൾ എന്നാ നമ്മൾ പറയണേ. അതാണ് G20 എന്നാ പറയണേ. അപ്പൊ G7ലെ രാജ്യങ്ങളും മറ്റ് 12 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ചേർന്നതാണ് G20. G7 12 കൺട്രീസ്, യൂറോപ്യൻ യൂണിയൻ. ലോകത്തിൽ ഇനി നമ്മളോട് ഇങ്ങനെ ചോദിച്ചാലോ, ലോകത്തിൽ വ്യാവസായികമായി വികസിച്ചു കൊണ്ടിരിക്കുന്നതും ഉയർന്നു വരുന്നതുമായ രാജ്യങ്ങളുടെ സംഘടനയെ നമ്മൾ എന്ത് വിളിക്കുന്നു? G20 സംഘടന എന്ന് വിളിക്കുന്നു. ഇനി ഈ G20 എന്ന് പറയുന്ന സംഘടന ഇങ്ങനെ രൂപീകരിക്കാൻ കാരണമായത് ഒരു പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തിന്റെ പേര് ബ്രസീലിയ പ്രഖ്യാപനം എന്നാണ്. എന്താണ്? ബ്രസീലിയ പ്രഖ്യാപനം. അങ്ങനെയുള്ള ആ പ്രഖ്യാപനത്തിന് ശേഷം 1999 G20 നിലവിൽ വന്നു. G20 നിലവിൽ വന്ന വർഷം 1999. ഇപ്പൊ ലോകത്ത് വ്യാവസായികമായി വികസിച്ചതും ഉയർന്നു വരുന്നതുമായ 20 പ്രമുഖ രാജ്യങ്ങൾ, അതായത് G7 പ്ലസ് മറ്റ് 12 രാജ്യങ്ങൾ പ്ലസ് യൂറോപ്യൻ യൂണിയൻ ട്ടോ, അതാണ് G20. ഇങ്ങനെയുള്ളൊരു സംഘടന ഉണ്ടാവാൻ കാരണമായ പ്രഖ്യാപനം ബ്രസീലിയ പ്രഖ്യാപനമാണ്. 2025 20ാമത്തെ G20 സമ്മിറ്റ് നടക്കുന്നത് ജോഹന്നാസ്ബർഗിലാണ്. 2025 20ാമത്തെ G20 സമ്മിറ്റ് നടക്കുന്നത് ജോഹന്നാസ്ബർഗിലാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ G7 G20 ഉച്ചകോടികളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവണുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്റെ ക്ലാസ്സുകൾ. എന്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിന്റെ ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും കേട്ടോ. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും